എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങൾ ദൂരെ കാണുന്ന വെറും തീക്കോളങ്ങളല്ലാതെ നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഷയായിരുന്നെങ്കിലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈദിക ജ്യോതിഷത്തിനു പിന്നിലുള്ള ആഴത്തിലുള്ള തത്വശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇത് ഭാഗ്യം പറയുന്ന ഒരു ഏർപ്പാടായിട്ടല്ല, മറിച്ച് മാസ്റ്റർ കെ അദ്ദേഹത്തിന്റെ വിസ്ഡം ഓഫ് ദി ഹെവൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നതുപോലെ നമ്മളെ തന്നെ അറിയാനുള്ള ഒരു വഴികാട്ടിയായിട്ടാണ്. അപ്പു ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ പുസ്തകം ജ്യോതിഷം എന്ന ആശയത്തെ എങ്ങനെയാണ് കാണുന്നത്, അല്ല, എങ്ങനെയാണ് അതിനെ പുതിയൊരു രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാല്, ജ്യോതിഷം എന്ന് പറയുന്നത് ഭാവി പ്രവചിക്കാനല്ല, മറിച്ചൊരു വ്യക്തിയുടെ ഉള്ളിലുള്ള വെളിച്ചമാണ്. ആ വെളിച്ചം അയാൾക്ക് പോകേണ്ട വഴിയെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലിരുന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു ടോർച്ച് പോലെ. ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം ഈ പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, ജ്യോതിശാസ്ത്രം എന്നു പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു അസ്ഥികൂടം പോലെയാണ്, അതിന്റെ ഘടന, കണക്കുകൾ ഒക്കെ. പക്ഷെ ജ്യോതിഷം അതിന് ജീവനും തുടിപ്പും നൽകുന്ന മാംസവും രക്തവുമാണെന്നാണ് പറയുന്നത്. ഒന്ന് വെറും ശരീരം, മറ്റേത് അതിലെ ജീവൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി രസകരമായൊരു കാര്യമാണ്. ഈ ജ്യോതിഷം എന്ന സംവിധാനത്തെ സമയത്തിന്റെയും ചിഹ്നങ്ങളുടെയും ഒരു ഭാഷയായിട്ട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. രാശിചക്രത്തെ നമ്മൾ പൊതുവെ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളായിട്ടല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്, മറിച്ച് അത് പ്രപഞ്ചത്തിലെ താളങ്ങളെയും ആവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയ ഒരു പ്രതീകാത്മക ഭാഷയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ബഹിരാകാശത്ത് വെച്ചിരിക്കുന്ന ഒരു ഭീമാകാരമായ ക്ലോക്ക് പോലെ. അത് പ്രപഞ്ചത്തിന്റെ സമയം പറയുന്നു. അപ്പോ ഈ ഒരൊറ്റ പ്രപഞ്ചചക്രത്തെ തന്നെ പല രീതിയിൽ വിഭജിക്കുന്നുണ്ട്. വേദങ്ങളിൽ ഇതിനെ പലതായി തിരിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ രണ്ടായിട്ട്, രണ്ട് പക്ഷികളെന്ന് പറയും, ചിലപ്പോൾ നാലായിട്ട്, സ്രഷ്ടാവിന്റെ 4 തലകൾ എന്ന്. പിന്നെ നമുക്ക് പരിചിതമായ 12 മാസങ്ങൾ അല്ലെങ്കിൽ രാശികൾ. അത് കഴിഞ്ഞ് 27, ചിലപ്പോൾ 28 നക്ഷത്രങ്ങളായിട്ട്. ഏറ്റവും സൂക്ഷ്മമായി നോക്കുമ്പോൾ 360 ഡിഗ്രികളായിട്ടും ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. ഓരോ വിഭജനത്തിനും അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം വരുന്നത്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ, അവയുടെ വേഗത, ഭ്രമണപഥങ്ങൾ, അവ തമ്മിലുള്ള ദൂരങ്ങൾ, ഇതെല്ലാം വെറും ഭൗതികമായ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ സൗരയൂഥം എന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ബോധപൂർവമായ ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എല്ലാം ഒന്നിന്റെ ഭാഗമാണ്. ശരി, ഈ വലിയ പ്രപഞ്ചവും നമ്മളെന്ന ഈ ചെറിയ മനുഷ്യനും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണിത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ലോകത്തിനുള്ളിലെ ലോകങ്ങൾ എന്നൊരു സങ്കല്പമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു കുഞ്ഞു പതിപ്പാണ് ഓരോ മനുഷ്യനും. യഥാപിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ എന്ന് പറയുന്നത് പോലെ പുറത്ത് പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിന്റെയെല്ലാം ഒരു ചെറിയ രൂപം നമ്മുടെ ഉള്ളിലുമുണ്ട്. വളരെ രസകരമായൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഒരാളുടെ വ്യക്തിപരമായ ജാതകം അല്ലെങ്കിൽ ആകാശത്തിന്റെ അന്നത്തെ അവസ്ഥ അയാളിൽ പതിപ്പിക്കുന്നത് ജനനസമയത്തല്ല, മറിച്ച് ഒരു ജീവന്റെ തുടക്കത്തിൽ, അതായത് ബീജസങ്കലനം നടക്കുന്ന ആ നിമിഷത്തിലാണ്. ഒരു വിത്തിൽ ഒരു വലിയ മരത്തിന്റെ മുഴുവൻ രൂപരേഖയും അടങ്ങിയിരിക്കുന്നത് പോലെയാണിത്. അതുകൊണ്ടുതന്നെ പ്രപഞ്ചത്തിന്റെ ചലനങ്ങളും രീതികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള സാധ്യതകളെ പുറത്തുകൊണ്ടുവരാനുള്ള വഴി കാണിച്ചുതരും. പ്രപഞ്ചം എങ്ങനെ വികസിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്കും എങ്ങനെ വളരാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണോ? നമ്മുടെ വിധിയും നമ്മുടെ ഇച്ഛാശക്തിയും തമ്മിലുള്ള ഈ വടംവലിയിൽ ആരാണ് ജയിക്കുക? അപ്പോ നമ്മൾ ഗ്രഹങ്ങളുടെ കൈയിലെ പാവുകൾ മാത്രമാണോ? ഈ പുസ്തകം ആ ചോദ്യം നേരിട്ട് ചോദിക്കുകയാണ്. ഏതിനാണ് കൂടുതൽ ശക്തി, വിധിക്കാണോ അതോ മനുഷ്യന്റെ ഇച്ഛാശക്തിക്കാണോ? ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി പോലെ വളരെ മനോഹരമായൊരു കവിത ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. എൽ. വീലർ വിൽകോക്സിന്റെ വരികളാണ്. ഒരേ കാറ്റടിച്ചിട്ടും ഒരു കപ്പൽ കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറോട്ടും പോകുന്നു. കാറ്റിന്റെ ശക്തിയല്ല, പായ എങ്ങനെ കെട്ടുന്നു എന്നതാണ് കപ്പലിന്റെ ഗതി നിർണയിക്കുന്നത്. എന്തൊരു മനോഹരമായ ആശയമല്ലേ? ഇവിടെയാണ് ഈ ആശയത്തിന്റെ കാതൽ. ആഞ്ഞടിക്കുന്ന കാറ്റ് നമ്മുടെ വിധിയാണ്, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ഇച്ഛാശക്തിയാണ് ആ കപ്പലിലെ പായ്.
ആ പായ് ഏത് ദിശയിലേക്ക് തിരിക്കുന്നുവോ അങ്ങോട്ടായിരിക്കും നമ്മുടെ യാത്ര. കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷെ പായ് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് ഈ പുസ്തകം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ദൈവികമാണ്. അത് പ്രപഞ്ച നിയമങ്ങൾക്ക് എതിരല്ല, മറിച്ച് ആ നിയമങ്ങൾക്കിടയിലൂടെ സ്വന്തം വഴി കണ്ടെത്താൻ കഴിവുള്ള ഒരു ദൈവീകമായ തീപ്പൊരിയാണ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ളത്. അപ്പോ ആകാശത്തിലെ ഈ ജ്ഞാനം ഒരു ഭാഷയാണെങ്കിൽ ആ ഭാഷ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലല്ല, മറിച്ച് ആ ഭാഷ ശ്രദ്ധയോടെ കേൾക്കാനും അതിനെ ശരിയായി വ്യാഖ്യാനിക്കാനും അതുവഴി നമ്മുടെ സ്വന്തം വഴി കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ്.